എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മുട്ട അത് താഴെ വീണ് പൊട്ടേണ്ട താമസം ഒരുപാട് ബീസ്റ്റുകൾ പുറത്തേക്ക് വരികയാണ്. ആ പാർക്കിലുള്ള എല്ലാവരും ഇപ്പൊ ഒരു സെക്കൻഡ് ആ ബീസ്റ്റുകളെ കണ്ട് അങ്ങനെ ഫ്രീസ് ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ആളാണെങ്കിൽ ഒരുപാട് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് അവിടെയുള്ള കുട്ടികളെയും ടീച്ചേഴ്സിനെ എല്ലാം തന്നെ ഒരുപാട് എന്റർടൈൻ ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരും ആ ക്യൂട്ട് പയ്യനും അവരെല്ലാവരും ഫ്ലോറിലിരുന്ന് കളിക്കുകയാണ്. ഉടനെ അവർക്ക് ആ ഫ്ലോറിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും. അതിനെ ചുന്ദരം പയ്യൻ അവൻ തറയിൽ പതിയെ കൈവച്ച് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഇവന് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതും എന്തിനു വേണ്ടിയാണെന്നും അവന് നന്നായിട്ട് അറിയാം. അവൻ പറയും ഈ ഒരു പാർക്കിൽ മൊത്തം ടെമ്പറേച്ചർ കൂടുതലുള്ള 3 പോർഷൻ ഉണ്ട്. അവിടേക്ക് ആ ബീസ്റ്റ് എഗ്ഗുകൾ അത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തകർന്ന് ആ ബീസ്റ്റുകൾ പുറത്തേക്ക് വരും എന്നവൻ പറയേണ്ട താമസം ആ വില്ലന്മാർ മുട്ടകൾ താഴെയിട്ട് ഉടച്ച് ആ ബീസ്റ്റുകളെ പുറത്തേക്ക് കൊണ്ടുവരാണ്. ബീസ്റ്റുകൾ പുറത്തേക്ക് വരുന്നത് കാണേണ്ട താമസം നമ്മുടെ ആൾക്കാര് അവർക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ പകച്ചു നിൽക്കും. ഞൊടിയിടയിൽ ആ ചുന്ദരൻ പയ്യൻ അവനാണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു കവചം ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാർ പതിയെ തലയുയർത്തി പുറത്തേക്ക് നോക്കും. ആ ബീസ്റ്റുകൾ ഇപ്പോ ഓരോരുത്തരായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ആസ് ആണെങ്കിൽ അവറ്റകളെ കാണുമ്പോൾ തന്നെ തർപ്പിച്ചു പറയും, തീർച്ചയായിട്ടും അവറ്റകളെ ആരോ സമൻ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരിക്കലും ഇവറ്റകൾ പുറത്തേക്ക് വരില്ല. അതേസമയം സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പോ അവിടെയുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ ബാലൻ ആളാണെങ്കിൽ സ്റ്റുഡൻസിനെ എല്ലാം സേഫ് ആയിട്ട് ഇപ്പോ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ കൺട്രോൾ റൂമിലുള്ള സ്റ്റാഫുകൾ അവർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും എവിടെയൊക്കെയാണ് ബീസ്റ്റുകൾ ഉള്ളതെന്ന്. പാർക്കിന്റെ 3 ഭാഗത്തായിട്ട് 3 ബീസ്റ്റുകളാണ് ഇപ്പോ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനെ കാണിക്കും. ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസ് അവര് 3 ടീമായി പിരിഞ്ഞ് 3 ഭാഗത്താണ്. കുട്ടികളാണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് പേടിച്ചോടും. കാലിഗോഡ് ടീമിലുള്ള കുട്ടികൾ അവരോടി ഇപ്പൊ കാലിഗോഡ് അടുത്തേക്ക് വരികയാണ്. മാസ്റ്റർ, ആ ബീസ്റ്റുകൾ അവറ്റകൾ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. അതിന് കാലിഗോ അവനാണെങ്കിൽ റൂൾസ് ബുക്ക് തുറന്നു കാണിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഈ റൂൾസ് ബുക്ക് അതുപ്രകാരം നിങ്ങൾ തന്നെയാണ് ആ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്. കുട്ടികൾക്കാണ് ഇവിടെ പ്രയോറിറ്റി. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ അതിൽ ടീച്ചേഴ്സ് ഇടപെടൂന്ന് പറഞ്ഞ് കാലിഗോ ആണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നിൽക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ കാലിഗോ പറയുന്നത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മാസ്റ്റർ, നിങ്ങൾ എന്തായി പറയണേ? ഈ ഒരു സമയത്ത് ഞങ്ങൾ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? കാലിഗോ ആണെങ്കിൽ അടിച്ചു പറയും, ഇതാണ് പറ്റിയ അവസരം. ഇതുപോലുള്ള സമയങ്ങളിലാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അത് അക്വയർ ചെയ്യാൻ പറ്റുക. സോ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യും. ബാക്കി കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. പക്ഷെ കുട്ടികൾക്കാണെങ്കിൽ അതിന് മനസ്സ് വരില്ല. ഒരു പേടിച്ച് ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് ചിതറി ഓടും. അത് കണ്ട കാലിഗോ ആണെങ്കിൽ അവരെ എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങനെ ചേർത്ത് പിടിക്കും. കാലിഗോ അവരെ എല്ലാവരെയും ചുരുട്ടിയെടുത്ത് ആ ബീസ്റ്റിന് മുൻപിലേക്ക് കൊണ്ടുപോയിടും. ബീസ്റ്റ് ആണെങ്കിൽ ഒറ്റയടിക്ക് അവരെ തെറിപ്പിച്ച് കളയും. അവർ പരസ്പരം ചോദിക്കും, നമുക്ക് ആർക്കും അറ്റാക്കിംഗ് സ്പെല്ലില്ല, അതില്ലാതെ നമ്മൾ എങ്ങനെ ഇതുമായിട്ട് അറ്റാക്ക് ചെയ്യും? അപ്പൊ അതിലൊരു മൂങ്ങാത്തലയൻ അവൻ പറയും, എനിക്ക് ആ ബീസ്റ്റ് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ വേറൊരുത്തൻ ഒരു സ്ക്വാഡ് എടുത്ത് അതിലൊരു പ്രത്യേക മാജിക് പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ ഒരു ബീസ്റ്റിനെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് വിടാനായി ശ്രമിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ പരസ്പരം ഡിസ്കസ് ചെയ്യും. ഓരോരുത്തരുടെയും പവർ ഉപയോഗിച്ച് അവർ ആ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങാണ്. ഒരാളാണെങ്കിൽ ബീസ്റ്റിന്റെ ഒരു കണ്ണ് അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ആ ഭാഗം ബ്ലറാക്കി മാറ്റും. മറ്റൊരുത്തൻ ആ ബീസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വേറൊരുത്തൻ അവന്റെ സ്ക്വാഡ് പവർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവർ വിൻ ബ്ലേഡും സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അതിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അതിപ്പോ ആ സ്റ്റുഡൻസിനെ അച്ചറം പൊച്ചറം തല്ലിയാണ്. അവരാണെങ്കിൽ പ്രൊഫസറിന്റെ പേര് വിളിച്ച് നിലവിളിക്കും. പക്ഷെ പ്രൊഫസർ അത് മൈൻഡ് പോലും ചെയ്യാതെ ബുക്സ് വായിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് ആലോചിക്കുക, എന്നിട്ട് ഗ്രൂപ്പായി അറ്റാക്ക് ചെയ്ത് അതിനെ തോൽപ്പിക്കുക. അവരെ കൊണ്ട് പറ്റും പോലെ ഇപ്പൊ ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ ജയിലിലേക്ക് വന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ അവരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അവരാണെങ്കിൽ കറക്റ്റായി ഇപ്പൊ കണ്ണാടി പയ്യനെയും ടീമിനെയും അവിടുന്ന് റിലീസ് ചെയ്യും. അതിലൊരുത്തനാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ആ ട്രെഡ് ടാങ്ക് അവൻ മുകളിലുണ്ട്, അവന്റെ ലൈൻ പവർ ഉപയോഗിച്ച് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സെൻസ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യും. അത് കേട്ട് ഇപ്പൊ അവരുടെ ടീമിലുള്ള വേറൊരുത്തൻ അവൻ പറയും, നീ പറഞ്ഞത് ശരിയാണ്,
അവൻ ഒറ്റ കൈകൊണ്ട് ഒരു ഡീമനെ പോലും തവിട് പൊടിയാക്കിയവനാണ്. സോ നമ്മൾ 6 പേരെയും നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ ഇല്ലാതാക്കാൻ കഴിയും. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മറ്റൊരു ഭാഗത്ത് ട്രൈറ്റൻ ആളാണെങ്കിൽ ഇപ്പോൾ ഒരു പയ്യനുമായിട്ട് മത്സരിക്കുകയാണ്. ഇവിടെ 6 ഫിംഗേഴ്സിൽ ലീഡർ ആള് പറയും ആ ബീസ്റ്റുകളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും അവറ്റകളെ തോൽപ്പിക്കുകയാണെങ്കിൽ അവൻ ശരിക്കും ഒരു റിയൽ ഹീറോ തന്നെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പുറത്താണെങ്കിൽ ആ 3 ബീസ്റ്റുകളും ചേർന്ന് നമ്മുടെ സ്റ്റുഡൻസിനെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ജാസിനെ ഇപ്പൊ ആ ബീസ്റ്റിന് മുൻപിലേക്ക് തള്ളിയിടും. നീയാണ് ഞങ്ങളുടെ ലീഡർ, സോ നീ വേണം അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അതിനവനാണെങ്കിൽ ഷോക്കായിട്ട് നിങ്ങൾ എന്താ പറയണേ, ഞാനെങ്ങനെ നിങ്ങളുടെ ലീഡർ ആവും? അതിനവര് പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും സെക്കൻഡ് റാങ്ക് ആണ്, നിനക്ക് മാത്രമാണ് ഞങ്ങളിൽ വെച്ച് 3rd റാങ്ക് ഉള്ളത്. സോ നീ തന്നെ വേണം ലീഡറായിട്ട് നിന്ന് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ജാസ് ആണെങ്കിൽ നിസ്സഹായനായിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവൻ ഒരു സെക്കൻഡ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ജാസിന്റെ ബ്രദർ അവനാണെങ്കിൽ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ജാസിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവൻ തട്ടിയെടുക്കും. ജാസിന്റെ ക്യാഷ്, വാച്ച്, റിങ്, ചെയിൻ എന്നിങ്ങനെയെല്ലാം അവൻ നിമിഷ നേരങ്ങൾ കൊണ്ട് മോഷ്ടിക്കും. അതുമാത്രമല്ല അവന്റെ ബ്രദർ ഒരുപാട് ഗേൾസുമായിട്ട് ഫ്ലേട്ടിംഗ് ഒക്കെ ചെയ്ത് വീട് എപ്പോഴും വളരെ ബാഡായിട്ടാണ് ഇടുക. ജാസ് ആണ് കഷ്ടപ്പെട്ട് അവന്റെ റൂമും വീടും എല്ലാം ക്ലീൻ ചെയ്ത് അവന്റെ ചേട്ടനോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യവും പ്രകടിപ്പിക്കാതെ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. കാരണം ജാസിന്റെ ചേട്ടൻ അവനെ കഴിഞ്ഞ് സ്മാർട്ടാണ്. മാത്രമല്ല ജാസിനെ കഴിഞ്ഞ് കഴിവും പവറും എല്ലാം അവന്റെ ചേട്ടന് കൂടുതലാണ്. അതുകൊണ്ടാണ് അതെല്ലാം അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും കാലവും ജീവിച്ചത്. ജാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന് ഒരു യങ്ങർ ബ്രദറിനെയോ സിസ്റ്ററിനെയോ വേണമെന്നായിരുന്നു. ഇപ്പോ അവന്റെ ഫ്രണ്ട്സ് അവന്റെ മുൻപിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവന് ശരിക്കും അവരെല്ലാവരും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ടായിരിക്കും തോന്നുക. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം, ഇവരെന്നിൽ വെച്ച വിശ്വാസം അതെനിക്ക് കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ജാസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബേസ്റ്റിനെ തകർക്കാനുള്ള ചില പദ്ധതികളൊക്കെ ആലോചിക്കും. കാലിഗോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. നിന്റെ കഴുത്തിലുള്ള ആ നെക്ലേസ് അതെന്തിനാ വെറുതെ ഡെക്കറേഷൻ വെച്ചിരിക്കുന്നതാണോ? കാലിഗോ ആ ഒരു ലോക്കറ്റിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും അവനത് ഓർമ്മ വരിക. അവൻ ആ ലോക്കറ്റ് അത് കയ്യിലെടുക്കും. ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ലോക്കറ്റ് വെച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ ടീമിലുള്ള എല്ലാവരെയും കൂട്ടി ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. അതിനുശേഷം ഒരു തകർന്ന ഭാഗം നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ബാലൻ മാസ്റ്റർ അവിടേക്ക് വരും. അവൻ നടന്ന എല്ലാ കാര്യങ്ങളും മാസ്റ്ററിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിന് ബാലൻ മാസ്റ്റർ പറയും അതെ, ആരോ അറിഞ്ഞുകൊണ്ട് അവറ്റകളെ സമൻ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്, അല്ലാതെ ഒരിക്കലും അവറ്റകൾ പുറത്തേക്ക് വരില്ല. ഇതിന് പിന്നിൽ ആരുടെയൊക്കെയോ ബുദ്ധിയുണ്ട്. അപ്പൊ ദൂരത്തായിട്ടൊരു പയ്യനാണെങ്കിൽ നിലവിളിക്കുകയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ രക്ഷിക്ക്, എന്റെ ഫ്രണ്ട്സും ഞാനും എല്ലാം ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടും. പക്ഷെ ചുറ്റുമുള്ള ആരും അവനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് കടന്നു പോകും. ബാലൻ മാസ്റ്റർ ഇവരോട് അടുത്തേക്ക് വന്ന് അവനോട് പറയും ഇവിടെ ബാഡായിട്ടുള്ള ആളുകളും ഒരുപാട് പേരുണ്ട്. സോ നമ്മൾ സഹായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം. ആളുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ സഹായിക്കണം. ഹീറോ ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ അവിടെയുള്ള സ്റ്റാഫുകളോട് ആ ചെറിയ പയ്യന്റെയും അവന്റെ ഫ്രണ്ട്സിന്റെയും കാര്യം പറയും. പ്ലീസ് ദയവ് ചെയ്ത് അവർ രക്ഷിക്ക്. അതിനാ സ്റ്റാഫ് പറയും ഇപ്പൊ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് കഴിയില്ല. ബാക്കിയുള്ള ഓൾറെഡി രക്ഷപ്പെട്ടിട്ടുള്ളവരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പാർക്കിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. സോ നീയും ആ ക്യൂവിൽ പോയി നിൽക്ക്. ഉടനെ ആസ് ആണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരും. മാസ്റ്റർ എന്തു പറ്റി, എന്താ ഉണ്ടായ? അതിന് ഹീറോ ആസിന്റെ കയ്യിലുള്ള ആ ഫോൺ പിടിച്ചു മേടിക്കും. അതിന്റെ അകത്താണെങ്കിൽ അവരവിടെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്ത ഒരുപാട് ഫോട്ടോസ് ഒക്കെ കാണും. അത് കണ്ട് ഹീറോ അവൻ എന്തൊക്കെയോ ചിന്തിച്ച് ആസിനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.